ആലപ്പുഴ ഓമനപ്പുഴയിൽ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന്. അച്ഛൻ ജോസ്മോൻ കഴുത്തു ഞെരിച്ചപ്പോൾ അമ്മ ജെസിമോൾ പുറകിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ പിടിച്ചു നൽകിയെന്ന് മണ്ണഞ്ചേരി CI ടോൾസൺ ന്യൂസ് 18നോട് പറഞ്ഞു. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് മകളെ കൊല്ലാൻ കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മാവൻ അലൂഷിയെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ഉള്ളത് അമ്മയ്ക്ക് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അതെ അതെ, അമ്മയ്ക്കുണ്ട്. ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇപ്പൊ അമ്മ കസ്റ്റഡിയിലുണ്ടോ? അറസ്റ്റ് ഉടനെ ഉണ്ടാവും? അമ്മ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് ഉടനെ ഉണ്ടാവും. അമ്മാവന്റെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു? അദ്ദേഹം രാത്രി ഒരു 11 മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ. എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നത്. പോലീസിൽ തന്നതല്ലേ? അതെ അതെ. ഇവരെല്ലാവരും പ്രതി ചേർക്കപ്പെടും? ഇവരെല്ലാവരും ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. ഈ രാത്രി 10:30 ചൊവ്വാഴ്ച നടന്നത്? രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. താമസിച്ചു വന്നു എന്നുള്ള തർക്കമാണോ? ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാകുകയും ഒരു പിടിയും വലിയിൽ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി? അത് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിയിട്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിലൊക്കെ വരുമ്പോ കാണാറുണ്ടോ? പള്ളി വരുമ്പോ കാണാറുണ്ട്. ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും, ഫാമിലിയായിട്ട് ദിവസവും പള്ളി വന്നവരാ. അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണോ? എല്ലാരും കൂടി വന്ന, എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും വന്നവരാ. ആണല്ലേ? ഇങ്ങനൊരു വിവരം കേട്ടപ്പോൾ എന്ത് നിങ്ങൾ ആരെങ്കിലും? ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തന്നെ. ആണല്ലേ? അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നൊരു ഇടമല്ല? ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇല്ലാത്തൊരു കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ഞങ്ങൾ ഇന്നുവരെ, ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ, നമ്മൾ ഇന്നുവരെ ഒന്നും കേട്ടില്ല. അവര് മക്കളും അപ്പനും അമ്മയും എല്ലാം ഒരു കൂട്ടുകാരെ പോലെ പോയ മരിയം ചെയ്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ? സംഭവം സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത്? ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ഉള്ളത് അമ്മയ്ക്ക് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അതെ അതെ, അമ്മയ്ക്കുണ്ട്. ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ജോസ്മോനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, ആദ്യഘട്ടത്തിലൊരു ഹൃദയസ്തംഭനം മൂലം മകൾ മരിച്ചു എന്ന് പറഞ്ഞാണ് ഈ അച്ഛൻ ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഒരു പോലീസിന് തോന്നിയ സംശയം ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നു. ആദ്യഘട്ടത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. അത് ഇവരുടെ ഈ ദാമ്പത്യ പ്രശ്നം മൂലം മകൾ വീട്ടിൽ വന്നു നിന്നതിന്റെ വിരോധത്തിൽ കൊലപ്പെടുത്തിയെന്നായിരുന്നു പുറത്തു വന്ന വിവരം. പക്ഷേ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളെ കൊലപ്പെടുത്തുന്നു. അമ്മാവന്റെ സഹായം ഈ സംഭവത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം അമ്മാവനെ വിളിച്ച് കൊലപാതക വിവരം അറിയിക്കുന്നു. നിലവിൽ ഈ അച്ഛനും അമ്മയ്ക്കും മാത്രമാണോ കൊലപാതകത്തിൽ പങ്ക്? ഈ രണ്ടുപേരും മാത്രമാണോ കേസിലെ പ്രതികൾ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങൾ വ്യക്തമായും പുറത്തു വന്നിട്ടുണ്ടോ? ടോമ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഓമനപ്പുഴയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏഞ്ചൽ എന്ന 28-കാരി മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. അതായത് ഇന്നലെ രാവിലെയോടുകൂടി ഏഞ്ചൽ മരണപ്പെട്ടു എന്നുള്ള വിവരം വീട്ടുകാർ തന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളെയും വാർഡ് മെമ്പറെയും ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു. ഹൃദയാഘാതമായിരിക്കും മരണകാരണം എന്നുള്ള രീതിയിൽ ഇവർ അഭിപ്രായം പറയുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട്, പ്രത്യേകിച്ച് വാർഡ് മെമ്പറിന് അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഇത് പോലീസ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ കഴുത്തിലടക്കം പാടുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ തുടർ ചോദ്യം ചെയ്യലിലാണ് അച്ഛൻ ജോസ്മോൻ അറസ്റ്റിലാകുന്നത്. ജോസ്മോൻ പോലീസിൽ നൽകിയ മൊഴി പ്രകാരം പല തവണയായി ഈ പെൺകുട്ടി വീട്ടിൽ വൈകി വരുന്നു. വൈകി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഈ മരിച്ച ഏഞ്ചലും അച്ഛനും കുടുംബവും മറ്റു കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തർക്കമാണ് പിന്നീട് ഇന്നലെ, അതായത് ഈ കൊലപാതകം നടക്കുന്ന ചൊവ്വാഴ്ച രാത്രിയും ഏഞ്ചൽ താമസിച്ചാണ് വീട്ടിലെത്തിയതിനു ശേഷം പുറത്തേക്ക് പോയി തിരിച്ച് താമസിച്ച് 10:30-ക്ക് ശേഷമാണ് വരുന്നത്. 11 മണിയോടുകൂടി ഏഞ്ചൽ വീട്ടിലെത്തുന്ന ഘട്ടത്തിലാണ് വീണ്ടും അച്ഛനും അമ്മയും ഏഞ്ചലും തമ്മിൽ വഴക്കുണ്ടാകുന്നത്. ഏഞ്ചൽ
ഏഞ്ചലിനെ വീടിന്റെ മുൻവശത്തെ, അതായത് മുൻവശത്തെ ഹാളിൽ വെച്ച്, സ്വീകരണ മുറിയിൽ വെച്ച് ആ സ്റ്റെപ്പ് വീടിന്റെ വാതിലിനോട് ചേർന്ന ഭാഗത്ത് നിർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് പ്രതിയായ ജോസ്മോനെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി വീട്ടിലെത്തിച്ചപ്പോൾ അയാൾ പോലീസിനോട് വിശദീകരിച്ചത്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം അച്ഛനും അമ്മയും 2 പെൺമക്കളുമായിരുന്നു. അതിൽ 2 പെൺമക്കളും വിവാഹിതരാണ്. ഏഞ്ചൽ വിവാഹിതയാണെങ്കിലും കുറച്ചു നാളുകളായി സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അയൽവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു മകൾ വൈകി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസാരമുണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു തർക്കം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിൽ വലിയ അടുപ്പമുള്ളവരായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഇങ്ങനെ ഒരു തീരദേശ, ഓമനപ്പുഴ പോലുള്ള ഒരു തീരദേശ ഗ്രാമത്തിൽ വൈകിട്ട് രാത്രി പുറത്തേക്ക് പോവുകയും തിരികെ വൈകി വരികയും ചെയ്യുന്നത് അത് വലിയ രീതിയിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ പരിസരത്തുള്ള ഒരു മനുഷ്യരും ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്ന കുടുംബമാണ് ഇതെന്നതിനെ സംബന്ധിച്ചുള്ള മൊഴി നൽകുന്നില്ല. മറിച്ച് ജോസ്മോൻ ഓട്ടോറിക്ഷ ഡ്രൈവറും മത്സ്യത്തൊഴിലാളിയുമാണ്. തൊഴിലിടത്തിലൊക്കെ തന്നെയും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ്. മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്നുള്ള ഞെട്ടിക്കുന്നത്. തീർച്ചയായും ശരണി, അതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമായിരിക്കുമോ മകളെ കൊലപ്പെടുത്താനുള്ള കാരണം? പക്ഷെ അവിടെ ഒരു സംശയം തോന്നുന്നത് ഇതാണ്, ഈ ഭാര്യ, ഈ ജോസ്മോന്റെ ഭാര്യ, അതായത് ഈ യുവതിയുടെ പെൺകുട്ടിയുടെ അമ്മ കൈപിടിച്ച് പ്രതിരോധിക്കുന്നു. അതിനുശേഷം ജോസ്മോൻ ക്രൂരമായി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകമായി ഇതിനെ കാണണോ? അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ, മകൾ ഈ രാത്രി വൈകി വന്നതിൻ്റെ ഒരു പ്രകോപനത്തിൽ കൊലപ്പെടുത്തിയതാകാമോ? അല്ല, ഇത് നിരന്തരം അവരെ ഈ കാര്യങ്ങൾ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ രക്ഷകർത്താക്കളെ മകള് പുറത്തുപോയി വരുന്നതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവർ പോലീസിന് നൽകിയിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് ഇവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് തങ്ങൾ എത്തിയിരുന്നു എന്നുള്ള മൊഴിയാണ് രക്ഷകർത്താക്കൾ നൽകിയിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് അവർക്ക് ഈ പെൺകുട്ടി പുറത്തു പോകുന്നതോ വൈകി വരുന്നതോ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വീട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തര തർക്കങ്ങളും വഴക്കും ഉണ്ടായിരുന്നു. അതും ഇവരെ കുറെ നാളുകളായിട്ട് ഈ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അച്ഛൻ കഴുത്ത് ഞെരിക്കുമ്പോൾ അമ്മ ജെസ്സി ഈ പെൺകുട്ടിയുടെ ഏഞ്ചലിന്റെ കൈ പിറകിൽ നിന്ന് പിടിച്ചു നൽകി എന്നുള്ളതാണ്. അതായത് ഏഞ്ചൽ അതിനെ പ്രതിരോധിക്കാതിരിക്കുന്നതിന് വേണ്ടി കൈ 2 വശത്തും പുറകിലേക്ക് വെച്ച് അത് അമ്മയാണ് പിടിച്ച് അച്ഛൻ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് പിടിച്ചു നൽകിയത് എന്നുള്ള ഞെട്ടിക്കുന്ന മൊഴിയാണ്. അത്തരമൊരു സ്ഥിരീകരണമാണ് നമുക്ക് മണ്ണഞ്ചേരി CI ടോൾസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊലപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആക്ട് അവിടെ നടന്നിട്ടുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീടിന്റെ വാതിൽപ്പടിയോട് ചേർന്ന് ഫ്രണ്ട് ഹാളിൽ, സ്വീകരണ മുറിയിൽ ഇവരെ ഈ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൃതദേഹം എടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. രാത്രി 11 മണിക്ക് ശേഷം പുലർച്ചെ രാവിലെ 7:30 മണിവരെയും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അയൽവാസിയായ ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ, തൊട്ട് അയൽവാസിയായിട്ടുള്ള സ്ത്രീയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ വീട്ടിലേക്ക് മരണപ്പെട്ടതറിഞ്ഞ് അവർ ചെന്നപ്പോൾ അവരോട് വ്യക്തമാക്കിയത് ഏഞ്ചലിന് എന്തോ സംഭവിച്ചു, മരണപ്പെട്ടു, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, എന്തോ അസുഖമാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വാർഡ് മെമ്പറായ ഇമ്മാനുവൽ എത്തുന്ന ഘട്ടത്തിലും അദ്ദേഹത്തോടും പറഞ്ഞത് ഹൃദയാഘാതമായിരിക്കും ഒരു പക്ഷേ, ലാബ് ടെക്നീഷ്യൻ കൂടിയായിരുന്നു മരിച്ച ഏഞ്ചൽ. അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും വൈകി, നൈറ്റ് ഡ്യൂട്ടി അടക്കമുള്ള ഡ്യൂട്ടികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് മാനസികമായി പൊരുത്തപ്പെടാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിന് ഉണ്ട്. മാത്രമല്ല ഈ മരിച്ചു കിടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അമ്മാവൻ, ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അമ്മാവൻ മാത്രമാണ് ആംബുലൻസിൽ കയറി പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ രാത്രി കൊലപാതകം നടന്ന ശേഷം അമ്മാവനായ അലോഷിയെ
ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹം ഈ രാത്രി 11 മണി മുതൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അലോഷിക്കും നല്ല ധാരണയുണ്ടായിരുന്നു. പക്ഷേ മണ്ണഞ്ചേരി പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ചെന്ന അലോഷി അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. മരിച്ചു കിടക്കുന്നത് രാവിലെ കണ്ടു എന്നുള്ള, പള്ളിയിൽ പോകാനായി വിളിച്ചപ്പോൾ മരിച്ചു കിടക്കുന്നതായാണ് രാവിലെ കാണുന്നത് എന്നുള്ള ഒരു മൊഴി മാത്രമാണ് അലോഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അലോഷി ഈ കൊലപാതക വിവരം മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാനും ഒപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഈ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അലോഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരണം. ഈ കുറ്റത്തിൽ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് 2 പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് പെൺകുട്ടിയുടെ പിതാവായ ജോസും ഒപ്പം തന്നെ ഇവരുടെ അമ്മയായ ജസിയുമാണ് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളവർ. ഇത് കൊലപാതകം മറച്ചുവെക്കാനും ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നതിനുമാണ് അലോഷിയെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇവരെ കൂടാതെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ മരിച്ച ഏഞ്ചലും ഒപ്പം തന്നെ അച്ഛനും അമ്മയും. ശരണ്യ സ്നേഹിജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഏഞ്ചൽ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അച്ഛന് പുറമെ അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. മകൾ രാത്രി സമയങ്ങളിൽ വൈകി വരുന്നതിന്റെ പ്രകോപനത്തിൽ നടത്തിയ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം.